ചിറ്റാറിലെ രണ്ടാമത്തെ ദിവസം. ഇന്ന് ഇച്ചിരി കൂടെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ പൊക്കോണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് റോഡ്. ഇത് നേരെ വയ്യാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. അവിടുന്ന് ഇത് മീൻകുഴി എന്നാണ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇത് മീൻകുഴി വഴിയുള്ള റോഡാണ്. ഇനി അപ്പുറത്ത് ആനപ്പാറ വഴിയൊരു റോഡും ഉണ്ട്. രണ്ടും ഒരിടത്ത് ചെന്നാണ് ജോയിൻ്റ് ആവുന്നത്. അവിടുന്ന് പിന്നെ നേരെ വയ്യാറ്റുപുഴ എന്ന് പറയുന്നൊരു ചെറിയൊരു ടൗണിലേക്ക് എത്തും. അപ്പോൾ ഈ മലയുടെ അപ്പുറത്താണ് പ്രോപ്പർ ചിറ്റാർ ടൗൺ. നമ്മളപ്പുറത്ത് കറങ്ങി ഇവിടെ വരുമായിരുന്നു. അപ്പോൾ മേളിൽ അപ്പുറത്ത് നമ്മുടെ ഒരു തോട്ടമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാനാണ്. പക്ഷേ അവിടുത്തെ റോഡ് എങ്ങനെയാണ്, ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. മറ്റേ നമ്മളെ നാനോയും കൊണ്ടാണ് പോകുന്നത്. ഇത് കൊണ്ടുപോയി അവിടെ തിരിക്കാൻ സ്ഥലം കാണുമോ? അവിടെ ഫ്രണ്ട് വരെ റോഡുണ്ട്, പക്ഷേ തിരിക്കാൻ സ്ഥലം കാണുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോയി നോക്കാം. വണ്ടി കയറ്. ഓ സ്വന്തമായിട്ട് കാപ്പി കൃഷിയൊക്കെ ഉള്ള ആളുകളാണ്. ഇതാണ് കാപ്പിക്കുരു എന്ന് പറയുകയാണ്. അതേണ്ടേ കാപ്പിക്കുരു. എന്നാ വാ സമയം കളണ്ട, വാ കയറ്. എന്നാ വാ കയറ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. റോഡ് കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടല്ലേ ഇതിലല്ലേ? തങ്കപ്പൻ മെമ്പറിൻ്റെ ഫ്ലെക്സ്. ഈ പുള്ളിക്കാരനുണ്ടല്ലോ സ്റ്റാൻഡ് വെച്ച് വണ്ടിയുടെ മുന്നിൽ തിന്തിരുന്നുള്ളിയാൽ. വണ്ടിക്കകത്തിരുന്ന് ചള്ളും പൊട്ടും പറഞ്ഞ് കമ്മ്യൂണിറ്റി ഹാള് പിന്നെയും വികസനമാണല്ലോ. കമ്മ്യൂണിറ്റി ഹാള് വികസനം അവിടെ എന്തോ അല്ല, ഇത് റോഡ് പോയിട്ടൊന്നും ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. ഇപ്പൊ കാടായി. കൊള്ളായിരുന്നു. തിരിച്ചു വരുമ്പോ ഇറങ്ങാം. ഇതല്ലേ വലത്തോട്ട്? ഇതല്ലേ എടുത്തോ. അങ്ങനെ നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്തെത്തി. ആ കാണുന്നതാണ് നമ്മുടെ തോട്ടം. വണ്ടി നമ്മുടെ അല്ല, വേറെ ആരുടെയാണ്. രായൻ സാർ ഞാൻ ഇറങ്ങത്തില്ല. വേണ്ട, എന്നെ പഠിപ്പിച്ച രായൻ സാറ്. ഞാൻ ഇറങ്ങത്തില്ല. സാറിന് കാശൊന്നും കൊടുക്കാനില്ലല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്ത് സാറിനെ കണ്ട ഇപ്പൊ എന്താ കുഴപ്പം? വാ വേണ്ടേ. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ തോട്ടം. വഴിയാണ്. വണ്ടി അവിടെ വരെ പോവും, ഫ്രണ്ട് വരെ വണ്ടി പോവും. പിന്നെ അവിടെ തിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് അറിയത്തില്ല. ഈ കാണുന്നതെല്ലാം നമ്മുടെ തോട്ടത്തിൻ്റെ ഭാഗമാണ്. കാരണം അതിൻ്റെ ഇടയിൽ കൃഷി ചെയ്തേക്കുന്നത് മഞ്ഞളാണ്. ഏലം അങ്ങ് മുകളിലോട്ട് കിടക്കുന്നതെല്ലാം നമ്മുടെ സ്വന്തം വസ്തുവാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 6-7 മാസത്തിൽ കൂടുതലായി. ഇതൊക്കെ നോക്കുന്ന ഇവിടെ വേറെ ആളുണ്ട്. വിദ്യയുടെ പപ്പായാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല. പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടെല്ലാം ചെയ്തോളും. അമ്മയെ കുഴി വീണാനേ ഇപ്പോൾ ഈ വഴി കൂടെ നടക്കാം. നിൽക്ക്, ആ കാണുന്നൊക്കെ ഭാഗമാണ്. എന്തോന്ന് കൊളോസപ്പ്? ഇതെന്തോ സാധനം? ആ അത് മനസ്സിലായി. എന്തോ സാധനം എന്നാ ചോദിച്ചത്. പിന്നെ അല്ലാതെ ഇത് കൈക്കൂടെ ഇതിൻ്റെ ചുള്ളി ഒടിഞ്ഞ വീണായിരിക്കും. ഇനി അങ്ങോട്ടുണ്ട് നടന്ന് കയറാനുള്ള ആവതില്ല. എന്നല്ല, രാവിലെ കാപ്പൊടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. നടന്ന് കയറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വാട്ട് എ വണ്ടർഫുൾ ബ്യൂട്ടി. കുരുമുളക് എന്തേ കാണിച്ച് പിന്നെ നമ്മുടെ വസ്തുവിനകത്തുള്ള മരത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ അല്ലാതെ പിന്നെ വേറെ ആരെയാ? എന്നാ പിന്നെ ആവട്ടെ. വാ വണ്ട് ഡിക്കിക്കകത്ത് വയ്ക്കാം, നമുക്ക് കൊണ്ടേ എടുക്കാം. അപ്പം ഇതാണ് ചിറ്റാർ പഞ്ചായത്തിൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച റബ്ബർ തോട്ടം. ഇങ്ങോട്ടൊക്കെ നോക്കാൻ വരാനുള്ള ബുദ്ധിമുട്ടല്ലേ, നമുക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടി വരണമെന്നുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് വന്ന് വല്ലപ്പോഴൊക്കെ നോക്കാറുള്ളൂ. ഇവിടെ ഇപ്പം വന്നിട്ട് 1 വർഷമാറായി നമ്മളിവിടെ വന്നിട്ട്. 1 വർഷത്തോളമായി. ഇന്നിപ്പോൾ രാവിലെ ഇന്നപ്പം പെട്ടെന്നൊരു ഐഡിയ തോന്നി വന്നതാണ്. നമുക്ക് തിരിച്ചിറങ്ങാം. കയറിയതുപോലെ എളുപ്പമല്ല ഇറങ്ങാൻ. ഒറ്റ ട്രിപ്പിന് താഴെ പോയി. പിടിച്ച് വാ ഇറങ്ങി വന്നിട്ട് അതിൽ കൊള്ളരുതേ. വാ അവിടെ നിന്ന് കാട് പറിക്കാതെ ഇങ്ങോട്ട് വാ. ആര് കൈ കൊള്ളരുത്. വാ ഇങ്ങോട്ട്. വാ. ഇനി നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോവാം. വണ്ടി തിരിക്കുന്ന കാര്യമാണ്. നിന്ന് വിറക് കയറുന്നതാണോ നിങ്ങളുടെ സാറ്? അമ്മേ പട്ടി വെറുതെ അതിൻ്റെ കയ്യിൽ നിന്ന് കടി മേടിക്കണ്ട. വാ. വെപ്പാം. വാ. പട്ടിയെടുത്തല്ല. വാ. ശരിയാ, ഈ പേപ്പർ എടുത്ത് ഇട്ടാൽ മതിയായിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ടിട്ട് തിരിക്കാം. ഇങ്ങനെ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായി. കുറച്ച് ഒട്ടുപാലെടുത്ത്, ഇല്ലെങ്കിൽ പിന്നെ അതെടുക്കാൻ വേറെ ആൾ വരേണ്ടി വന്നാലേ. ഇപ്പോൾ വന്നുകൊണ്ട് പിന്നെ അതങ്ങ് എടുത്ത് എന്തായാലും നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അഗാധമായ ഗർത്തങ്ങൾ. മേലെ മലയിൽ മഞ്ഞുണ്ട് കേട്ടോ.
ഇതേ കൊന്നവരാ ഇല്ലല്ലേ? ചെടിയാണ്, ആശ്വാസ ചെടിയാ, ഒരു സൈസ്. ഒരു സൈസ്. മന്നമുക്ക്. വസ്തു മേടിച്ചിട്ട് 4-5 കൊല്ലമായി. സ്ഥലത്തിന്റെ പേര് ഇപ്പഴാ മനസ്സിലായത്. എത്ര വർഷമായി നമ്മൾ മേടിച്ചു? 2021 അല്ലേ? 21 4 വർഷം. കൊറോണ മൂർച്ഛിച്ച് നിന്ന സമയം അല്ലെ? 2ാം സെക്ഷൻ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലോ? പാറ എടുത്ത് അല്ല, ഇവിടെ എന്താ ഇറങ്ങാനാ? ഇതാണ് കമ്മ്യൂണിറ്റി ഹാൾ ചിറ്റാറിലെ. ചിറ്റാറിലെ അല്ല, മീൻകുഴിയിൽ. മീൻകുഴി തെറ്റിപ്പോയി. അവിടെ വണ്ടി ചേർത്തെടുക്കാതിരിക്കാൻ വേണ്ടി എന്തോ അവിടെ കോൺക്രീറ്റ് ചെയ്തോളാം തോന്നുന്നു കേട്ടാ. ഒരു കുഴിയുണ്ട്, അത് കോൺക്രീറ്റ് ചെയ്ത്, അതുകൊണ്ട് അവിടെ കല്ലെടുത്ത് വെച്ചേക്കുന്നത്. അങ്കമാടിയൊക്കെ സൂപ്പറാക്കി. കോഴി ആനയൊക്കെ ഉണ്ട്. അങ്കണവാടി. അങ്കണവാടിയിലെ വണ്ടി ഇവിടുന്ന് വണ്ടി ഉണ്ടോ നോക്കണം. ഇവിടുന്ന് വണ്ടിയില്ലല്ലോ. എല്ലാരും ഓർക്കും ഭയങ്കര ചാടയെന്ന്. പിന്നെ സിനിമയിലെടുത്തേ. അങ്ങനെ നമ്മള് നേരെ തിരിച്ച് ഇല്ല സാധനം എന്തിനുണ്ടാക്കിയതാ എനിക്ക് തോന്നുന്നു. എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഒരു പിടുത്തമില്ല. ഇനി ക്ലബ്ബുകാരുടെ എന്തെങ്കിലും ആണോന്ന് അറിയത്തില്ല. കേറി നോക്കിയാലോ അതിനകത്ത്? പിന്നെന്തിനാ ചെടിച്ചട്ടി നിറയെ 10 മണിയൊക്കെ. അങ്ങനെ നമ്മള് വീടിനോട് അടുക്കുന്നു. ഇവിടെ നോക്കിയത് വണ്ടി കുഴിയിലോട്ട് കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഇനി നമുക്ക് ഇറങ്ങാം. ഇവിടെ നോക്കട്ടെ കെട്ടുണ്ടോ. ഇന്നലെ കെട്ടിക്കൊണ്ടിടിച്ച ഒരാൾ പെയിന്റ് കളഞ്ഞു ഡോറില്. അയ്യോ, വാ ഇറങ്ങി വാ. സ്വന്തം വീടാന്ന് വിചാരിച്ചിറങ്ങി വാ. വണ്ടി വരുന്നവിടെ പെട്ടെന്ന് ഇറങ്ങി. ഡോറ് പറ. ഇറങ്ങി വേണേ. ഇതൊരു പോകണ്ടേന്ന് വിളിച്ചിട്ട് പോയത്. ഞാൻ കേട്ടോ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയോ പോകണ്ടേ. എന്ത് ചെയ്യേ? നിക്ക് നോക്ക് എവിടെ വെച്ചേന്ന് നോക്ക്. വണ്ടിക്കകത്തുണ്ടാ? അപ്പോൾ വാ വീട്ടിലോട്ട് കയറാം. അത് നേരത്തെ ഒട്ടിയിരിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ അളിയൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ താഴെ ഷെഡിലായിരുന്നു ഇരുന്നത്. ഇപ്പം അവിടെ വീട് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് കിടക്കും, അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ടേക്കുക. എൻ്റെ അളിയനെ കണ്ട് പറയില്ല, വണ്ടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതല്ല, അത് ആ ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ടയർ അപ്പം ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞ് ഞങ്ങൾ ചിറ്റാറും തിരിച്ച് പോകാൻ പോവാണ്. സാധനമൊക്കെ കെട്ടിപ്പറക്കി ഒരാൾ വരുന്നുണ്ട്. വണ്ടി വരുന്നേ. ഇല്ല, അതുകൊണ്ട് ഓർമ്മ ട്രോള് കൈ നൂത്തപ്പോ പത്തനംതിട്ട കോന്നി. അല്ലെ അവിടെ തന്നെ ആ ബാഗിൻ്റെ മേളിലോട്ടങ്ങ് വെച്ചോ. ഫിലിപ്പിൻ്റെ
അപ്പം അമ്മ അവിടെ എൻ്റെ അടുത്ത് ഭയങ്കര സാർവിടാൻ വന്നു. ഇങ്ങനെ പറയാം അത് കാണിച്ചു ഞാൻ പോട്ടെ. പാം സന്തോഷാണ്. അയ്യോ എന്തോ കുടിവെള്ളം ഉണ്ടായി. എട് പിന്നെ ഓ അതില്ല അതില്ല നാട്ടിൻപുറത്ത് മാത്രം കാണാൻ പറ്റുന്ന കലാരൂപം കുറ്റമ്പറച്ചിൽ. ഏതോ വണ്ടി വരുന്ന മുത്തിനെ വിളിക്കണം കേട്ടോ. അല്ല മുത്തിനെ വിളിച്ചിട്ട് പാപ്പ പോയിട്ട് വരാവേ. ശരി എന്നാ. ആ അതിനു മുമ്പ് തിരക്കായി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരിക്കുകയാണ്. എല്ലാവരും യാത്ര പറയുന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞാൻ റോഡിൻ്റെ അടുത്ത് till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Finding life along the way, melodies we haven't played. No, I don't. അങ്ങനെ ഒരു 2-2.25 മണിക്കൂറത്തെ ഓട്ടം കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. വേണ്ട അമ്മയും വിദ്യയൊക്കെ അകത്തോട്ട് പോയി. ഇതിനകത്തുനിന്ന് സാധനം കണക്ക് അൺലോഡ് ചെയ്യാനുണ്ട്. അവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഇറക്കാനുണ്ട്. എന്നിട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ചിറ്റാറ് ട്രിപ്പ് വീഡിയോ അവസാനിച്ച്. അങ്ങനെ ഓണത്തിൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞ്.